വീട് പാലായ്ക്കടുത്തുള്ള പൈക എന്ന് പറഞ്ഞ സ്ഥലത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ പാലാ സൈഡിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, പാലായ്ക്ക് പാലായുടേതായ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലുണ്ട്. ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈന് വേണ്ടിയിട്ടും ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ വെതേഡ് ചെയ്യാനായിട്ട് വിട്ടിരിക്കുന്ന ക്ലേ റൂഫും അതുപോലെ തന്നെ വൈറ്റ് ഭിത്തികളും തടി കൊണ്ടുള്ള വിൻഡോസും ഡോഴ്സും അതുപോലെ തന്നെ ആർച്ച് വർക്കുകളും അതിനകത്ത് ഈ ട്രഡീഷണലായ ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻ വർക്കുകളും എല്ലാം ചേരുന്നതാണ് ഇതിൻ്റെ ഒരു ഇലവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വിൻഡോസിലൊക്കെ ആണെങ്കിൽ തന്നെ തടി ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് ഈ വിൻഡോ ഗ്ലാസിനോടൊപ്പം തന്നെ തടിയുടെ പീസും ഇട്ട് കൊടുത്തിട്ടുള്ള രീതിയിൽ കുറച്ച് പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഫ്രണ്ട് എൻട്രൻസിൽ വരുന്ന പില്ലേഴ്സ് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ സൈസും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡിസൈൻ വർക്കുകളും ഒക്കെ ഈ ഒരു ക്രിസ്ത്യൻ ട്രഡീഷണൽ എലമെൻറ്റ്സ് ആയിട്ട് തന്നെ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഒത്തിരി പൊതുപ്രവർത്തനവും അതുപോലെ തന്നെ കൃഷിയും ചെറിയൊരു ഫാമും ഒക്കെയുള്ള ഹിമാലയൻ ആദ്യം ഞങ്ങളുടെ അടുത്ത് ഈ വീട് നിർമ്മിക്കുന്ന കാര്യവുമായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ മനസ്സിൽ കൂടെ പോയത് അദ്ദേഹത്തിന് വേണ്ടുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാലക്കാരൻ്റെ വീടാണ്. അപ്പം ഏതാണ്ട് ആ ഒരു മധ്യതിരുവിതാംകൂറിൻ്റെ ഡിസൈൻ ശൈലി ഇതിനകത്ത് ഇൻറ്റീരിയറിലായിക്കോട്ടെ എക്സ്റ്റീരിയറിലായിക്കോട്ടെ എല്ലായിടത്തും ഫോളോ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അദ്ദേഹവും ഭാര്യയും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഒരു 5 അംഗ കുടുംബത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു 4 ബെഡ്റൂമുള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടായിരുന്നു ഞങ്ങൾക്ക് പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ കിട്ടിയത്. അപ്പോൾ ഇത് കിഴക്ക് ഫേസ് ചെയ്യുന്ന ഒരു വീടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് കിഴക്കിൽ നിന്ന് കയറുന്ന ഒരു മെയിൻ എൻട്രൻസ് ഈ വീടിന് കൊടുത്തു. അതിനൊരു വലിയ ഗേബിൾ പോലത്തെ ഒരു സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു വശത്തേക്കായിട്ട് നീളത്തിലുള്ളൊരു വരാന്തയും അതിനൊരു ചെറിയ സിറ്റിംഗ് സ്പേസും കൊടുത്തു. അപ്പോൾ ഈ സിറ്റിംഗ് സ്പേസിലേക്ക് കയറി വരത്തക്ക രീതിയിലാണ് ഇതിനകത്തെ കാർ പോർച്ചിൻ്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് നേരെ നമ്മൾ കയറുന്ന ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ആ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ മറ്റുള്ള ഏരിയകളിൽ നിന്ന്, അതായത് ഇതിൻ്റെ ബെഡ്റൂം, ഫാമിലി ലിവിങ്, ഫോർമൽ ലിവിങ് തുടങ്ങിയവയിൽ നിന്നൊക്കെ ഒരു പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ് അതിൻ്റെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നടുക്കൊരു വലിയ ഹാളായിട്ടാണ് നമ്മളിതിൻ്റെ ഡൈനിങ് സ്പേസ് അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡൈനിങ് റൂമിനും ഫാമിലി ലിവിങ്ങിൻ്റെയും സൈഡിലായിട്ട് അതിൻ്റെ അത്രയും തന്നെ നീളത്തിൽ നിൽക്കുന്ന ഒരു വളരെ വലിയൊരു ബേ വിൻഡോയാണ്. അപ്പോൾ അത്രയും വലിയൊരു വിൻഡോയും ആ വിൻഡോയുടെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വളരെ ഭംഗി എസ്തറ്റിക്കലി ഇതിന് ഇൻറ്റീരിയറിനും അതുപോലെ എക്സ്റ്റീരിയറിനും കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് ഒരു ചെറിയൊരു ഓപ്പൺ കിച്ചൺ, പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ, അതിൽ ആ വർക്കിംഗ് കിച്ചൻ്റെ പുറത്ത് ഒരു വരാന്തയിൽ നിന്ന് മേളിലേക്ക് സ്പൈറലായിട്ട് കയറി പോകുന്ന ഒരു സ്റ്റെയർ കേസ്, ഇത്രയുമാണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് തടിയാണ്. തടിയിൽ എക്സ്പെഷ്യലി തേക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ആഞ്ഞിലിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുടമ തന്നെ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്നും വെട്ടിയ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് തടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എക്കണോമിക്കലി നമ്മൾ നോക്കുമ്പോഴും നമുക്ക് നല്ലൊരു കാര്യം അത് തന്നെയായിരുന്നു. തന്നെയല്ല ഡിസൈൻ വൈസ് നോക്കുമ്പോഴും ഈ ഒരു ട്രഡീഷണൽ ടൈപ്പിലുള്ള വീടുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നത് ഈ ഒരു ടീക്കിൻ്റെതായിട്ടുള്ളൊരു ഫിനിഷാണ്. അപ്പോൾ ഇവിടുത്തെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ തടിപ്പണി ചെയ്ത ചേട്ടന്മാരാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ഡിസൈൻ സ്റ്റൈലുകളെല്ലാം തന്നെ അതേപടി കീപ്പ് ചെയ്ത് ഡിസൈനോട് ഉതകുന്ന രീതിയിൽ തന്നെ അവരതിനെ നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം ഇവിടുത്തെ കിച്ചൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ അവിടുത്തെ ഫോർമൽ ലിവിങ്, അതുപോലെ തന്നെ ഫാമിലി ലിവിങ്, TV യൂണിറ്റുകൾ, എല്ലാ റൂമുകളിലെയും പോലെ തന്നെ ഇതിൻ്റെ ബെഡ്റൂമുകളിലും വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഫർണിച്ചറെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഒരു ചെറിയ ബെഡ്, അതിന് 2 സൈഡ് കോട്ടുകൾ. പിന്നെ ഇതിനെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം, ഡ്രസ്സിംഗ് റൂമിൽ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് ആണെങ്കിൽ പോലും ഫുൾ ലെങ്തിൽ അപ് ടു ടോപ്പാണ്. പക്ഷേ അതുപോലും നമ്മൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ അവിടെ ഉപയോഗിച്ചിരുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽ ആയിക്കോട്ടെ, വാളിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റ്, അതുപോലെ തന്നെ കർട്ടൻസ് എല്ലാം തന്നെ ഒരു വൈറ്റ് കളറിനോട് അടുത്ത് നിൽക്കുന്ന, അപ്പോൾ ടീക്ക് വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനിൽ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിൽ മൊത്തം ചെയ്തിട്ടുള്ളത്.
മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടും അതിനോട് ചേർന്ന് മറ്റൊരു ബെഡ്റൂമും അതുപോലെ തന്നെ മറ്റൊരു പേരൻറ്റ് ബെഡ്റൂമും വേറൊരു ബെഡ്റൂമും നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിന് ഇടയിലുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡൈനിങ്ങിൽ നിന്നും അതുപോലെ തന്നെ ഈ ഫാമിലി ലിവിങ്ങിൽ നിന്നും നമുക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പാകത്തിനൊരു ചെറിയ പാറ്റിയോ സ്പേസ് ഈ ബെഡ്റൂമുകളുടെയൊക്കെ ഇടയിലായിട്ട് വരുന്ന പോർഷനിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റിയോ സ്പേസിൽ നിന്നും പിന്നെ ഒരു ചെറിയൊരു ബാക്ക് യാർഡ് എന്ന് പറയുന്നൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി ആ ഒരു സ്പേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനിങ്ങിനോട് തന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് ഈവൻ വീട്ടിലൊരു വലിയ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ആ സ്പേസിനെ വേണമെങ്കിൽ നമുക്കൊരു ഗ്യാതറിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം ആക്ച്വലി ഒരു നടുത്തളം വീടിൻ്റെ ഉള്ളിലുള്ളൊരു നടുത്തളം പോലെ തന്നെ വർക്ക് ചെയ്യും, എന്നാൽ അത് വീടിൻ്റെ പുറത്താണ് തന്നെ. അപ്പം ആക്ച്വലി ഈ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള രണ്ട് എലമെൻറ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഈ പറയുന്ന ബാക്ക് യാർഡും അതുപോലെ ഡൈനിങ്ങിൻ്റെയും ഫാമിലി ലിവിങ്ങിൻ്റെയും സൈഡിൽ വരുന്ന ഒരു വലിയ ബേ വിൻഡോയുമാണ് എസ്തെറ്റിക്കലി ഈ വീടിന് ഏറ്റവും ഒരു യുണീക്നെസ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത്. വളരെ വലിയൊരു പ്ലോട്ടിൽ നല്ല ഗ്രീൻ വെജിറ്റേഷൻ്റെ ഉള്ളിലാണ് ഈ ഒരു വീടിനെ നമ്മൾ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു പൊസിഷനാണ് ഈ വീടിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ഈ വീട് വെക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് ആ പ്ലോട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിലവിൽ ഒരു വീടുണ്ടായിരുന്നു. അവരുടെ പഴയ വീട് ഈ ഒരു പൊസിഷൻ തന്നെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഈ പൊസിഷൻ തന്നെയാണ് ആ ഒരു വീടിന് ആപ്റ്റായിട്ട് തോന്നിയത് കൊണ്ട് ആ വീട് ഡെമോളിഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷനിലേക്കൊക്കെ പോയത്. ഈ ഏരിയയിലുള്ള വീടുകളൊക്കെ നല്ല ലാൻഡ് ഏരിയയിലായിരിക്കും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വലിയൊരു മുറ്റവും മുന്നിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ വീടും അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിനോട് വരുന്ന രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള സ്റ്റോണുകളും അതുപോലെ തന്നെ റിവർ പെബിൾസും പേൾ ഗ്രാസും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. കാലത്തെ അതിജീവിക്കുന്ന ചില ഡിസൈൻ സ്റ്റൈലുകളുണ്ട്. നമ്മുടെ നാട്ടിലെ ട്രഡീഷണൽ സ്റ്റൈൽ, അതായത് ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ആർക്കിടെക്ചറിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഈ പാലാ ഏരിയകളിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള പഴയ വീടുകളുടെ ആ ഒരു സ്റ്റൈല് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഠിത്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കപ്പെടേണ്ട എന്തെങ്കിലും ഒരു ഡിസൈൻ സ്റ്റൈൽ ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഡിസൈൻ സ്റ്റൈലുകളാണ്. അപ്പം ഇത്തരത്തിൽ വളരെ നാടനായിട്ടുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലിനെ അധികമായിട്ട് ആഗ്രഹിക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഇന്നതാണ്, ട്രഡീഷണൽ സ്റ്റൈലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയും അതിനെ അതേപടി അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ഒരു റിക്രിയേറ്റ് ചെയ്യാനായിട്ടും എമാർലിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും കാണിച്ചിട്ടുള്ള ആ ഒരു തീരുമാനം. അപ്പം ഞങ്ങളുടെ അടുത്ത് വന്നത് പറയുമ്പോൾ ഏതാണോ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. അപ്പം ഒരു 90% ആ ഒരു ഡിസൈൻ സ്റ്റൈലിനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ആ പ്ലോട്ടിൽ പറ്റി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.